നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കമല വീണ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം വാസവം കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. വാസവം ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് കമലയുടെ ബോധം പോകുന്നത്. തൻ്റെ മകനെ ഇഞ്ചിഞ്ചായിട്ട് തീർക്കുമെന്ന് വാസവം വെല്ലുവിളിച്ചു കമലയുടെ മുന്നിൽ വെച്ച്. പിന്നെ കമലയ്ക്ക് സഹിക്കാൻ പറ്റുമോ അത്? അങ്ങനെ കമല തലകിറങ്ങി വീണ് കഴിഞ്ഞപ്പോഴത്തേനും മാഷും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. മുഖത്ത് വെള്ളം തളിച്ച് നോക്കിയെങ്കിലും കമലയ്ക്ക് ബോധം വീണിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വിനായകനോട് വിശുദ്ധോടൊക്കെ പറഞ്ഞ് പിടിക്കടാന്ന് പറയണം. അങ്ങനെ കമലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ശ്രീജ മാഷും എല്ലാവരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, പരിശോധിക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് കയറ്റുവാണ്. ആ സമയത്ത് മാഷ ആകെപ്പാടെ ടെൻഷനായിട്ട് നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീജ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് മാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ മാഷിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. മാഷിന് എന്ത് വന്നാലും മാഷിന് പ്രശ്നമില്ല. പക്ഷെ കമലയ്ക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാഷിന് അത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ ഒബ്സർവേഷനിലേക്ക് മാറ്റുവാണ്, കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ മാഷി ചോദിച്ചു, അല്ല ഡോക്ടറെ, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും, അതെ പേടിക്കാനൊന്നുമില്ല, നോക്കട്ടെ, ടെസ്റ്റുകളൊക്കെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറയണം. കാരണം പെട്ടെന്നുണ്ടായൊരു സ്ട്രോക്കാണ് കമലയ്ക്ക്. അങ്ങനെ അവരെല്ലാം അവിടെ കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. ഈ സമയത്ത് വേദ വിക്രമൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം വിക്രത്തിനെ കാണാൻ പോയിട്ട് വേദ വീട്ടിലേക്ക് വരിക. അപ്പോൾ ചന്ദ്രശേഖരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിനോട്, വേദയൊന്ന് ശ്രദ്ധിക്കണമെന്ന്, അവളെ ഒന്ന് വാച്ച് ചെയ്യണം. ഒരു പക്ഷേങ്കിൽ വിക്രത്തെ അവളാണ് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ഓരോ നീക്കങ്ങൾ ശ്രദ്ധിച്ചറിയാം, വിക്രം എവിടെയുണ്ടെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വേദ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് മുറിയിലേക്ക് വന്നു. എന്നിട്ട് വേദ ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എന്താ ഞാൻ പോകുന്നതൊക്കെ ശ്രീയേട്ടനോട് പറയേണ്ട കാര്യമുണ്ടോ? അല്ല ഇന്നലെ നീ കാറ് കഴുകിയിട്ടു, എന്നിട്ട് നീ കാർ എടുത്തോണ്ടല്ല പോയല്ലോ എന്ന് പറഞ്ഞു. ഓ അതോ, അതെനിക്ക് കാർ എടുത്തോണ്ട് പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് കാർ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, നിന്റെ മനസ്സിലെ ഉദ്ദേശം എനിക്കറിയാം എന്താന്ന്, ആ വിക്രത്തിനെ രക്ഷിക്കാനായിരിക്കും നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, അവൻ എവിടെയുണ്ടെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ആയിക്കോട്ടെ, അതിന് ശ്രീയേട്ടൻ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ? എന്താ ശ്രീയേട്ടനാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചല്ല, വിക്രം എവിടെയുണ്ടെങ്കിലും ആ വാസവും വെറുതെ വിടത്തില്ല, ഒരു പക്ഷേങ്കിൽ അവനെ എന്തേലും അപായപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒന്ന് സൂക്ഷിക്കാന്നല്ല. അല്ല വിക്രം എവിടെയുണ്ടെന്ന് നിനക്ക് അറിയാമെങ്കിൽ വിക്രത്തോടൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോൾ വേദ പറഞ്ഞു, ഓ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അതിനെന്താണോ ഒത്തിരി നന്ദിയുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യം ഓർത്ത് ശ്രീയേട്ടൻ വിഷമിക്കേണ്ട, പിന്നെ വിക്രത്തിന്റെ കാര്യം വിക്രം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു പക്ഷേങ്കിൽ അവനെ നീ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ വാസവൻ നിന്നെയും വെറുതെ വിടത്തില്ല, ആ ഒരു ചിന്ത നിനക്ക് വേണം, അറിയാലോ. നീ എങ്ങാനും ആണെങ്കിൽ അവനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നിന്നെയും കൂടെ അയാൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ല. പിന്നെ ശ്രീയേട്ടൻ നല്ല പെർഫെക്റ്റ് ആണല്ലോ, എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാള്, ശ്രീയേട്ടനെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പുള്ളതെന്ന് പറഞ്ഞു. എന്താടി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചോ. അല്ല ഞാനും കൂടെ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കളിയിൽ ശ്രീയേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കല്ലെന്ന്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, നീ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കണേ? വരുണിനെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചു. ശ്രീയേട്ടൻ എന്ത് കിട്ടും കിട്ടില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം, എന്തായാലും ഞാൻ ഇതങ്ങോട്ട് വെറുതെ വിടാൻ പോകുന്നില്ല, സത്യങ്ങൾ കണ്ടെത്തിയിട്ടോ അടങ്ങുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നീ വെറുതെ ഓരോ പുലിവാലൊന്നും പോയി പിടിക്കണ്ട, ഇതിന്റെ പിന്നിൽ അവൻ തന്നെയായിരിക്കും, ആ വിക്രം തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അതെ വിക്രമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ ചിലപ്പം വേറെ ആരും ആയിരിക്കും, ആ ശ്രീനിവാസൻ എങ്ങാനും ആണോ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസന്റെ തലയിലേക്ക് കെട്ടി വെക്കാൻ നോക്കുന്നുണ്ട്. വേദയ്ക്ക് അറിയാലോ ഇതിന്റെ പിന്നിൽ ആരാന്നുള്ള കാര്യം. അങ്ങനെ എന്ത് ചെയ്തു, ഒടുവിൽ അവനങ്ങോട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു, കാരണം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, ഒരു കാരണവശാലും ഇവർക്ക് സംശയങ്ങളൊന്നും തോന്നാൻ പാടില്ല. ഒരു ദിവസം അവിടെ കഴിഞ്ഞാൽ വിക്രത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം, ആ സമയത്ത് ഇവർക്ക് സംശയം തോന്നാത്ത രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരട്ടെ. ഇത്രയും സേഫായിട്ടൊരു സ്ഥലം വേറെ ഇല്ല, തൻ്റെ വീട് പോലെ, ആർക്കും ഒരു സംശയം തോന്നാനും വഴിയില്ല, ആ ഒരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. ഇതേ സമയത്ത് വിക്രം വേദയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പാവം തനിക്ക് വേണ്ടി കുറെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു പക്ഷെ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ വേദയുടെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം സക്സസ് ആവുന്നുള്ള കാര്യമൊന്നും വിക്രത്തിന് അറിയത്തില്ല. താൻ കാരണം വേദയ്ക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് വിക്രം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, വേദന വളരെ കുറവുണ്ടെന്ന് പറയണം. ആ സമയം വേദ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, എന്തേലും ഉണ്ടെ വിളിച്ചാൽ മതി. പിന്നെ അവിടെ വന്ന് ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അവിടെ സേഫ് ആയിരിക്കും. നാളെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? അതെന്താ? അല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വേദയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. വേദ പറഞ്ഞു, അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. ഈ ഒരവസ്ഥയിൽ വിക്രത്തിന് അങ്ങനെ പുറത്തുപോയി നിൽക്കാനും പറ്റില്ല. അത് മാത്രമല്ല, മുറിവും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യണ്ടേ, കൂടെ ഒരാൾ വേണമെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഇത്രയും നാളും ഇല്ലാത്ത എന്തോ ഒന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ട്. കാരണം അകന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് സ്നേഹം കൂടുതൽ തോന്നുന്നത്. അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിനും. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങി. വിക്രം തൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേദ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. രണ്ടുപേർക്കും അറിയാം അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം. അവർ പ്രണയം പറയാതെ പറയുന്നുണ്ട്. കുറേ സമയം സംസാരിക്കുന്നുണ്ട്. എത്ര സമയം സംസാരിച്ചെന്ന് അവർക്ക് പോലും അറിയത്തില്ല. രാത്രി കുറേ ആയിട്ടും അവർ സംസാരം തുടരുവാണ്. കാരണം വിക്രത്തിന് ഒരു വേദനയോ വിഷമോ ഉണ്ടാവരുമെന്ന് വേദയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. സംസാരിച്ചിരുന്നതുകൊണ്ട് വിക്രം ആണെങ്കിൽ കാലിൻ്റെ വേദന പോലും അറിഞ്ഞില്ല. അതുപോലെയായിരുന്നു രാത്രി രണ്ടുപേരും കൂടെ സംസാരിക്കണേ. ഈ സമയത്ത് ദീപ്തിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. വിക്രമേണ്ണൻ അങ്ങനെ ചെയ്യുവോ? ശ്രീയേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? തൻ്റെ വരുണ്ണെ ഇല്ലാതാക്കിയത് വിക്രമേണ്ണനാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ വേദേച്ചിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതറിയുക തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് വേദ ദീപ്തിയുടെ അടുത്തേക്ക് എന്നു. ദീപ്തിയുടെ അടുത്ത് നിന്ന് ദീപ്തിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം ദീപ്തിയുടെ സമ്മതം കൂടെ, അല്ലെങ്കിൽ ദീപ്തിയും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ വിക്രത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ വേദ ദീപ്തിയോട് പോയി സംസാരിച്ചു. ദീപ്തി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല. കാരണം വരുണ് വിക്രത്തെ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം വിക്രമേട്ടൻ മുതലെടുത്തില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ ചിലർ കളിക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ദീപ്തിയോട് വേദ കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പോൾ വിക്രം എവിടെയുള്ളതെന്ന് എനിക്കറിയാം. വിക്രം എൻ്റെ സംരക്ഷണയിലുണ്ട്. വിക്രം തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് പറയണേ. ശരിക്കും ഇതിൻ്റെ പിന്നീടൊരു കളിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ ദീപ്തി വെച്ച് ആരാന്ന് ചോദിക്കുകയാണ്. പിന്നീട് വേദ കാര്യങ്ങൾ പറയണം. ഇതുപോലെയാണ് സംഭവങ്ങളൊക്കെ. ഒരു പക്ഷേങ്കിൽ വിക്രത്തെ വെച്ച് കളിക്കുകയാണ്. ഇനി വിക്രത്തെയും കൂടെ ഇല്ലാതാക്കാനാണ് അവരുടെ പുറപ്പാട്. അതിനുശേഷം ആ പേരിൽ വാസവനെ അകത്താക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി ചോദിച്ചു, സത്യമാണോ ചേച്ചി പറയണമെന്ന് ചോദിച്ചു. അതെ, ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ, സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ശ്രീയേട്ടനും മറ്റാരൊക്കെ ഉണ്ടെന്ന് പറയണം. ഒരു പക്ഷേങ്കിൽ നീയും വരുണും തമ്മിലുള്ള ഇഷ്ടം അത് ശ്രീയേട്ടന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വരുണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആ കുറ്റം വിക്രമൻ്റെ തല കെട്ടിവെക്കുവാണെങ്കിൽ വിക്രത്തിനെ അതുവഴി ഇല്ലാതാക്കാലോ. അത് കേട്ടപ്പോൾ ദീപ്തി പറഞ്ഞു, അങ്ങനെയുണ്ട് വെറുതെ വിടലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, വിക്രത്തിന് ഇന്നും കൂടെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് വൈകുന്നേരം വിക്രത്തെ അവിടെ നിന്ന് മാറ്റണം. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, വിക്രത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ ദീപ്തി പറഞ്ഞു, അല്ല, ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് ശരിയാകുന്നേ? ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, എന്ത് വേണം ഞാൻ ചെയ്യാം, ഞാൻ ചേച്ചിയോടൊപ്പം ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഇതാരാ ചെയ്തേ, എന്തിനാ ചെയ്തേ എന്നൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ പറയണം. അങ്ങനെ ദീപ്തിയും വേദയുടെ ഒപ്പം ചേരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് നാളെ വരാട്ടോ. ഉറപ്പായിട്ടും വിക്രത്തിനെ വേദ രക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.